രാഹുൽ ഈശ്വറിന് തിരിച്ചടി. ഹണി റോസിനെതിരെ നടത്തിയ പരാമർശത്തിൽ രാഹുൽ ഈശ്വറിന് തിരിച്ചടി നേരിടുകയാണ്. മുൻകൂർ ജാമ്യാപേക്ഷ നൽകുകയായിരുന്നു രാഹുൽ ഈശ്വർ. അറസ്റ്റ് തടയണമെന്നുള്ള ആവശ്യമാണ് മുൻകൂർ ജാമ്യാപേക്ഷയിൽ പ്രധാനമായും മുന്നോട്ട് വെച്ചത്. ഹണി റോസിനെതിരായ പരാമർശത്തിൽ അറസ്റ്റ് തടയണമെന്നുള്ള ആവശ്യം ഹൈക്കോടതി അംഗീകരിച്ചില്ല. മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഹൈക്കോടതി ഇപ്പോൾ പോലീസിന്റെ നിലപാട് തേടിയിരിക്കുകയാണ്. റിപ്പോർട്ട് ബ്രേക്ക് ചെയ്യുന്ന ഈ വാർത്തയുടെ വിവരങ്ങളുമായി ലീഗൽ കറസ്പോണ്ടന്റ് ശ്യാം ദേവരാജ് നമുക്കൊപ്പം ചേരുന്നു. ശ്യാം ദേവരാജ്, സ്വയം വാദിക്കും ഇതൊന്നും ഒരു പ്രശ്നമല്ല എന്ന് കരുതി മുന്നോട്ട് പോയ രാഹുൽ ഈശ്വറിന് തിരിച്ചടി നേരിടുകയല്ലേ ഹൈക്കോടതിയിൽ? രാഹുൽ ഈശ്വറിനെ സംബന്ധിച്ച് കനത്ത തിരിച്ചടിയാണ് ഇന്ന് ഹൈക്കോടതിയുടെ നിലപാട്. രാഹുൽ ഈശ്വർ കഴിഞ്ഞ ദിവസമാണ് ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയത്. ഹണി റോസിനെതിരായ പരാമർശം, സ്ത്രീവിരുദ്ധ പരാമർശം ഉൾപ്പെടെയുള്ളവ നേരത്തെ ചില മാധ്യമങ്ങളിലൂടെ നടത്തിയിരുന്നു. ആ പ്രസ്താവന പിൻവലിക്കാനടക്കം രാഹുൽ ഈശ്വർ തയ്യാറായിരുന്നില്ല. ഇക്കാര്യത്തിലാണ് മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയതും അത് വൈകുന്നേരത്തോടെ ഹൈക്കോടതിയുടെ പരിഗണനയ്ക്ക് വന്നതും. ഇതിൽ അറസ്റ്റ് തടയണമെന്നായിരുന്നു രാഹുൽ ഈശ്വറിൻ്റെ അഭിഭാഷകന്റെ ആവശ്യം. പക്ഷേ ഈ ആവശ്യം ഹൈക്കോടതി അംഗീകരിച്ചില്ല. ജസ്റ്റിസ് PV കുഞ്ഞികൃഷ്ണൻ അധ്യക്ഷനായ സിംഗിൾ ബെഞ്ചിന്റെ പരിഗണനയ്ക്കാണ് ഈ ജാമ്യാപേക്ഷ വന്നത്. രാഹുൽ ഈശ്വറിന്റെ അഭിഭാഷകൻ ആവശ്യപ്പെട്ടത് അറസ്റ്റ് തടയണം എന്ന കാര്യമായിരുന്നു. പക്ഷേ അറസ്റ്റ് തടയാൻ ജസ്റ്റിസ് PV കുഞ്ഞികൃഷ്ണൻ അധ്യക്ഷനായ സിംഗിൾ ബെഞ്ച് തയ്യാറായില്ല. ഒപ്പം പോലീസിനോട്, എറണാകുളം സെൻട്രൽ പോലീസിനോട് ഹൈക്കോടതി റിപ്പോർട്ടും തേടിയിട്ടുണ്ട്. 4 ദിവസങ്ങൾക്കപ്പുറം കോടതി ഈ ജാമ്യാപേക്ഷ പരിഗണിക്കുകയും ചെയ്യും. നേരത്തെ കഴിഞ്ഞ ദിവസം ആണ് രാഹുൽ ഈശ്വർ മുൻകൂർ ജാമ്യാപേക്ഷയുമായി ഹൈക്കോടതിയെ സമീപിച്ചിരുന്നത്. ഇക്കാര്യത്തിൽ രാഹുൽ ഈശ്വർ ഉന്നയിച്ചിരുന്നത് വളരെ വിചിത്രമായ പരാമർശങ്ങൾ അടക്കമായിരുന്നു. ഹണി റോസിന്റെ വസ്ത്രധാരണത്തിൽ ഉപദേശം നൽകുക മാത്രമാണ് ചെയ്തത്. സൈബർ ആക്രമണത്തിന് കാരണമായ ഒന്നും മാധ്യമങ്ങളിലൂടെ സംസാരിച്ചിട്ടില്ല. ആർക്കെതിരെയും സൈബർ അധിക്ഷേപം പാടില്ല എന്നാണ് തൻ്റെ നിലപാട് എന്നടക്കമുള്ള വാദങ്ങളാണ് രാഹുൽ ഈശ്വർ ഈ മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഉയർത്തുകയും ചെയ്തിരുന്നത്. രാഹുൽ ഈശ്വറിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ പക്ഷേ എറണാകുളം സെൻട്രൽ പോലീസിനോട് ഹൈക്കോടതി നിലപാട് തേടിയിട്ടുണ്ട്. ഇക്കാര്യത്തിൽ എറണാകുളം സെൻട്രൽ പോലീസ് കേസെടുത്തോ എന്നടക്കമുള്ള കാര്യങ്ങൾ അറിയിക്കുകയും വേണം. അതിനുശേഷമായിരിക്കും രാഹുൽ ഈശ്വറിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഹൈക്കോടതി വിശദമായ വാദം കേൾക്കുക. ശ്യാം ദേവരാജ്, രാഹുൽ ഈശ്വറിന് ഇനി മുന്നിലുള്ള വഴി ഈ അന്വേഷണവുമായി സഹകരിക്കുക എന്നതല്ലേ? കാരണം ഹണി റോസിന്റേതായ കൃത്യമായ പരാതിയിലേക്ക്, അന്വേഷണത്തിലേക്കൊക്കെ പോകുന്ന ഒരു സാഹചര്യമല്ലേ മുന്നിൽ? സുജയ, അങ്ങനെ തന്നെയാണ്. ഇതിൽ ഏറ്റവും പ്രധാനം ഈ പാലാരിവട്ടം പോലീസ് ഇതുവരെയും കേസ് രജിസ്റ്റർ ചെയ്തിട്ടില്ല. പക്ഷേ കേസ് രജിസ്റ്റർ ചെയ്താൽ അങ്ങനെ അറസ്റ്റ് ചെയ്യുന്നതിന്, രാഹുൽ ഈശ്വറിനെ അറസ്റ്റ് ചെയ്യുന്നതിന് പോലീസിന് മുന്നിൽ ഒരു തടസ്സവുമില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം പോലീസ് സാധാരണഗതിയിൽ ചില മുൻകൂർ ജാമ്യാപേക്ഷകളിൽ അറസ്റ്റ് തടയാറുണ്ട്. അത്തരമൊരു ഉത്തരവ് വാക്കാൽ തന്നെ നൽകാറുമുണ്ട്. ഇന്ന് തന്നെ ജസ്റ്റിസ് PV കുഞ്ഞികൃഷ്ണൻ അധ്യക്ഷനായ ബെഞ്ച് ഇന്നത്തെ ഒന്നാമത്തെ കേസ് പരിഗണിക്കുമ്പോൾ തന്നെ മറ്റൊരു കേസിൽ നോട്ട് ടു അറസ്റ്റ്, അതായത് അറസ്റ്റ് പാടില്ല എന്ന ഉത്തരവടക്കം നൽകുകയും ചെയ്തിരുന്നു. പക്ഷേ രാഹുൽ ഈശ്വറിന്റെ കേസിൽ പ്രത്യേകിച്ചും സ്ത്രീത്വത്തെ അപമാനിച്ചു അല്ലെങ്കിൽ ഭീഷണിപ്പെടുത്തിയതടക്കമുള്ളതാണ് രാഹുൽ ഈശ്വറിനെതിരായ ആക്ഷേപം. ഇക്കാര്യത്തിൽ പരാതി നൽകുമെന്നടക്കമുള്ള കാര്യങ്ങൾ ഹണി റോസ് വ്യക്തമാക്കിയിരുന്നു. അശ്ലീല ദ്വയാർത്ഥ പ്രയോഗം ഉൾപ്പെടുന്നതാണ് നേരത്തെ ഹണി റോസ് നൽകിയ പരാതിയിൽ ബോബി ചെമ്മണ്ണൂരിനെതിരെ എടുത്ത കേസ്. നേരത്തെ രാഹുൽ ഈശ്വർ പറഞ്ഞത് ഇത് പുരുഷന്മാർക്കും കുടുംബങ്ങൾക്കും വേണ്ടി താൻ നടത്തുന്ന പോരാട്ടമാണെന്നാണ്. ഇപ്പോൾ അറസ്റ്റ് തടയണമെന്ന ആവശ്യം തള്ളുകയാണ്. രാഹുൽ ഈശ്വറിന് തിരിച്ചടി നേരിടുകയാണ്. പോലീസിൽ നിന്ന് നിലപാട് തേടിയിരിക്കുന്നു. മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഹൈക്കോടതി